യൂണിഫോം സിവിൽ കോഡ് വരുന്നതോടുകൂടി എല്ലാവർക്കും തുല്യത, ന്യായം ഇതെല്ലാം സാധ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ വലിയൊരു പാരമ്പര്യം ഈ 2014 തുടങ്ങിയ ഭരണയന്ത്രത്തിന് അങ്ങനൊരു പാരമ്പര്യം ഒരുപക്ഷെ 60 വർഷക്കാലമായിട്ടെങ്കിലും ഭാരതീയർ ആഗ്രഹിച്ചിരുന്ന ദിശയിൽ ഗവർണൻസ് കൊണ്ടുപോകുന്നതിനുള്ള നിയമനിർമ്മാണം, അതിൻ്റെ എതിരെ വന്ന ശക്തമായ എതിരൊലികളെ മുഴുവൻ നിയമപരമായി തന്നെ അടിച്ചു വീഴ്ത്തിക്കൊണ്ട് മുന്നേറുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മുത്തലാഖ് വിഷയത്തിലായാലും ശരി തന്നെ ഇപ്പോൾ സാധ്യമായിരിക്കുന്ന വലിയ നിയമ പോരാട്ടങ്ങൾ നടന്നെങ്കിലും ജനപക്ഷത്തേക്ക് ഒരു ഉന്നത നീതി മന്ദിരത്തിൻ്റെ കൽപ്പന വന്നതിന് പ്രകാരം വഖഫ് ബില്ലായാലും ശരി തന്നെ, അതുപോലെ ഇനി വരാൻ പോകുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. ഇതെല്ലാം ന്യായമായും ഒരു മതത്തിനുമായി, മത പ്രീണനത്തിനെതിരാണ് എൻ്റെ സർക്കാർ, എൻ്റെ പാർട്ടി. അപ്പോൾ പ്രീണനം എന്നത് എന്തെങ്കിലും ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവരുടെ മനോനില തിരുത്തേണ്ടി വരും. അതിലേക്ക് ഒരു പ്രോംപ്റ്റർ അല്ലെങ്കിൽ ഒരു ഗൈഡ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ടർ എന്ന നിലയ്ക്ക് ഒരുപാട് നിയമങ്ങൾ ഇനി വരാനുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് 2016 ഒരുപക്ഷെ സത്യപാൽ സിംഗ്, അത് ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ടാണ് ഹിന്ദു വിശ്വാസ കേന്ദ്രങ്ങളുടെ, പ്രധാനമായും ക്ഷേത്രങ്ങളുടെ, മത പഠന കേന്ദ്രങ്ങളുടെ ഒരു പൂർണ്ണമായ സ്വാതന്ത്ര്യം രാഷ്ട്രീയക്കാരിൽ നിന്നും സർക്കാരുകളിൽ നിന്നും മോചനം എന്ന് പറയുന്ന ഒരു നീക്കം പാർലമെന്റിന്റെ ഉള്ളറകളിലും അതിൻ്റെ ലോബീസിലും സെൻട്രൽ ഹാളിലും ചർച്ച ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സത്യപാൽ സിംഗ്, അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം IPS ഓഫീസറാണ്, മഹാരാഷ്ട്രയിലെ DGP ആയിരുന്നു. റിട്ടയർ ചെയ്ത് വന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ രാജ്യസഭാ അംഗമായി, മന്ത്രിയായി, HRD MOS ആയിരുന്നു. അദ്ദേഹം മന്ത്രിയാവുന്നതിന് മുമ്പ് കൊടുത്ത പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ അംഗീകരിച്ച് ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പീരീഡ് കഴിഞ്ഞ് അതിപ്പോൾ അവിടെ സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഡോക്ടർ സുബ്രഹ്മണ്യം സ്വാമി അത് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ കഴിഞ്ഞ പാർലമെന്റ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ തലേന്നോ അന്നോ അമിത്ഷാജിയുടെ ഓപ്പറേഷൻ സിന്ദൂറിനുള്ള ചർച്ചയിലെ മറുപടി പ്രസംഗം രാജ്യസഭയിൽ നടത്തിയത് ബഹുമാന്യനായ പ്രധാനമന്ത്രിയല്ല, ഹോം മിനിസ്റ്ററാണ്, അമിത്ഷാജിയാണ്. അദ്ദേഹത്തിൻ്റെ ക്ലോസിംഗ് ലൈൻസ് ഒരു ക്ലസ്റ്ററാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട്, യൂണിഫോം സിവിൽ കോഡ് ജരൂർ ആയേഗ, ഏകീകൃത നിയമം വരും, ശുരുവാത് ഹുയി ഹെ, അതിൻ്റെ തുടക്കം ഞങ്ങൾ കുറിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ ക്ഷേത്രമടക്കമുള്ള ഒരു ഇലക്ഷൻ വരാൻ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ ഉപയോഗിക്കാത്തത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വൈകാരികതയ്ക്ക് വലിയ മര്യാദ നൽകുന്ന ഒരു ഉത്തരം നൽകാൻ എനിക്ക് എൻ്റെ ഒരു കോൺഫിഡൻസ് എന്നെ അനുവദിക്കുന്നുണ്ട്. അത് പാർലമെന്റിൽ വരാൻ പോകുന്ന നിയമങ്ങളെ സംബന്ധിച്ചുള്ള നല്ല ശുദ്ധമായ അറിവ് കിട്ടിയത് കൊണ്ടും ഒരുപക്ഷെ എൻ്റെ ഉത്തരത്തിനേക്കാൾ വലിയ യോഗ്യമായ ഒരു ചോദ്യം ഇവിടെ ഉന്നയിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് എനിക്കിങ്ങനെ ഒരു വാഗ്ദാനമല്ല, നിങ്ങൾക്കൊരു ഉറപ്പ് തരാൻ സാധിക്കും.